ഹായ് ഹലോ ആൻഡ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ബ്രെഡ് ബജിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 2 പീസാക്കിയിട്ട് അങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള മൈദപ്പൊടിയാണ്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്, അതൊരു 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ട, 1 മതിയാവും കേട്ടോ. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു സവാള ഇങ്ങനെ ചെറുതായിട്ട് കുനുകുനിയെന്നുള്ള കൊത്തി അരിഞ്ഞതും, പിന്നെ ഒരു പച്ചമുളക് അതേപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞതുമാണ്. ഒരു വലിയ പച്ചമുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക. നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ വളരെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊരു മാവാക്കി, നമുക്ക് മുക്കി പൊരിക്കാൻ പാകത്തിനുള്ളൊരു മാവാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് കഴിക്കുമ്പോൾ അത് ഉണ്ടായിരുന്നത് നന്നായിരിക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഏകദേശം ഒരു 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം. നമ്മുടെ ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി, ആ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടി തിക്കാണ്, അപ്പോൾ ഒന്നും കൂടി ഉണ്ട് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിനാവശ്യത്തിനുള്ള പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്യാം. അപ്പോൾ വേറൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. അതും 1 ടീസ്പൂണോളം ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമ്മളിത് ഫ്രൈ ചെയ്യാണ്. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ട് അതിലേക്കുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഓരോ ബ്രെഡ് പീസസും നമ്മുടെ മാവിൽ മുക്കിയിട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് വല്ലാണ്ട് എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് ബ്രെഡ് ആയത് കാരണം ഒരുപാട് എണ്ണ കുടിക്കുന്നുണ്ടാകും. പക്ഷേ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു എണ്ണയും കുടിക്കില്ല, അത്ര നല്ലതായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ എല്ലാതും അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ബ്രെഡ് പീസസും നമ്മുടെ മാവിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ടിട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാം. വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതെല്ലാതും പെട്ടെന്ന് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഇങ്ങനെ ഈ ഒരു കളർ ആവണത് വരെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഒരു മഞ്ഞ കളറൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും കൂടി ഒന്ന് ചെയ്യേണ്ടി വരും, കാരണം അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ടാവില്ല. ബ്രെഡ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ബ്രെഡ് വാങ്ങും. അപ്പോൾ വാങ്ങുമ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.